വക ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടില്ല. KJUവിൽ ഞങ്ങൾ ഒന്നിച്ച് സമർപ്പിച്ച പ്രബന്ധത്തിൽ പറഞ്ഞ ആലു ശൈഖ്, ആ ആലു ശൈഖിന്റെ കിതാബിൽ അദ്ദേഹം ഈ ആയത്ത് എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ഇത് ശിർക്കിലേക്കുള്ള വസീലയാണ്. കഴിഞ്ഞില്ല. സൗദി അറേബ്യയിലെ മറ്റൊരു പണ്ഡിതനായ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാ, അദ്ദേഹത്തോടും ചോദ്യം. എന്താ ചോദ്യം? ഹൽ യജൂസു ഇസ്തിഖ്ദാമുൽ ജിന്നി ഫീ ഗൈരി സിഹ്രി, സിഹ്റല്ലാത്ത പണിക്ക് ജിന്നിനെ ഉപയോഗിക്കാൻ പറ്റുമോ? സിഹ്റിന് സാഹിര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതേതായാലും പോലെ ഇബാദത്തും ആരാധിക്കലും ഒക്കെയാണ്. അതല്ലാതെ സിഹ്റിന് വേണ്ടി അല്ലാതെ ഉപയോഗിക്കാമോ? കഇർസാലിഹിം ഇലാ ബഅദിൽ അശ്ഖാസി, ചില വ്യക്തികളിലേക്ക് ജിന്നിനെ പറഞ്ഞയക്കുക, അത് പറ്റുമോ? മിൻ ഗൈരി ഇബാദത്തിൻ ലഹും, അവരെ ആരാധിക്കാതെ, ജിന്നിനെ ആരാധിക്കുന്നില്ല, ദുആ ചെയ്യുന്നില്ല, ഇബാദത്ത് സമർപ്പിക്കുന്നില്ല, അതൊന്നുമില്ലാതെ ഒന്നവിടെ പോയി വരോ, അതൊന്നും കൊണ്ടുവരോ എന്നൊക്കെയുള്ള രൂപത്തിൽ അവരെ ഉപയോഗിക്കാൻ പറ്റുമോ? വഹൽ യജൂസു അൻ നസ്തഖ്ദിമഹും ഫീ അഅ്മാലിൽ ഖൈരി, നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് അവർ സേവനം ഉപയോഗിക്കാൻ പറ്റുമോ? മറുപടി എന്താ? ലാ യജൂസു ഇസ്തിഖ്ദാമുൽ ഗായിബീന അബദാ, ഗായിബീങ്ങളെ ഒരിക്കലും ഉപയോഗിക്കൽ ജായിസ് അല്ല, ഗായിബീങ്ങളെ ഉപയോഗപ്പെടുത്തൽ ജായിസ് അല്ല. ഇന്നമാ തസ്തഖ്ദിമു ഇൻസാനൻ ഹാലിറൻ ഖാദിറൻ, ഹാലിറും ഖാദിറുമായ ഇൻസാനെ മാത്രമേ നിനക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തത്ലുബു മിൻഹു ശൈആ, അവനോട് വല്ലതും ആവശ്യപ്പെട്ടു, അൻ യുഖ്ബിറഹു ഔ അൻ യുഈനക, എന്നോട് വല്ല വിവരം പറയാനോ അവിടെ പോയി വിവരം കൊടുക്കാനോ നിന്നെ സഹായിക്കാനോ ഒക്കെ ചോദിച്ചോ. അമ്മൽ ഗായിബു, എന്നാ ഈ ഗായിബുണ്ടല്ലോ, ഈ ജിന്ന്, ലാ യജൂസു ഹാദാ, ഇത് ജായിസ് അല്ല. ലിഅന്നഹു വസീലത്തുൻ ലിശ്ശിർക്കി, കാരണം അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. ഇബാദത്ത് സമർപ്പിക്കുന്നില്ല, അല്ലാതെ ചോദിക്കാൻ പറ്റോ? പറ്റൂല. എന്തുകൊണ്ട്? ശിർക്കിലേക്കുള്ള വസീലയാണ്. വഹാദാ യദ്ഖുലു, ഈ പണി ഉൾക്കൊള്ളും, അത് പ്രവേശിക്കും ഫീ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വചനത്തിൽ. ഏതാ വചനം? വയൗമ യഹ്ശുറുഹും ജമീഅ, സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് മുഴുവൻ കൊടുത്തിട്ട് പറയാ, ഈ ആയത്തിന്റെ പരിധിയിൽ ഈ ഇസ്തിആനത്ത് വരുന്നു. ഇപ്പൊ പറയാ ഇസ്തിആനത്ത് ചോദിച്ചു, മൂപ്പര് പറഞ്ഞത് ഇസ്തിംദാ ആണ്. പർച്ച കേട്ടതൊന്നും ഇസ്തിംദായിൽ ചോദിക്കുക, അത് തർക്കൂല്ല. ശിർക്കായടുത്ത് ഇസ്തിംദാവും ശിർക്ക് തന്നെയാണ്. അല്ല, ഇസ്തിആനത്ത് മാത്രമല്ല ശിർക്ക്, ശിർക്കായ എല്ലാം ശിർക്ക് തന്നെ, പിന്നെ സംശയമില്ല. അത് കാണുന്ന വിശ്വസിച്ച ശിർക്കാവും, കേൾക്കുന്ന വിശ്വസിച്ച ശിർക്കാവും, സഹായിക്കുന്ന വിശ്വസിച്ച ശിർക്കാവും, അദൃശ്യമാർഗത്തിലാണെങ്കിൽ. അല്ലാതെ ജിന്ന് നമ്മൾ കാണുന്നുണ്ടാവാം എന്ന് വിശ്വസിച്ച ശിർക്കാണോ? അല്ല. ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാൻ വിശ്വസിച്ചാലോ ശിർക്കാണോ? അല്ല. ഞാൻ പ്രാർത്ഥിച്ച ജിന്ന് കേൾക്കുന്നു വിശ്വസിച്ചാലോ ശിർക്കായി. ഓൻ പ്രാർത്ഥിക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചാൽ ജിന്നത് കേൾക്കും എന്ന് വിശ്വസിച്ച ശിർക്ക. കാരണം എന്താ? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, കേൾക്കൂല എന്ന് അല്ലാഹു പറഞ്ഞു. ഇപ്പൊ അതും തിരുത്തി ഇപ്പൊ പറയാ മലക്ക് ദുആ കേൾക്കും. പൈമ ഇഖ്തിലാഫോടെ നടക്കുക. വേറെ മലക്ക് ദുആ കേൾക്കും എന്ന് അനസ് മുസ്ലിയാർ ഇപ്പൊ പ്രസംഗിക്കാം. മൂപ്പരന്റെ പണ്ട് പറഞ്ഞിട്ടുണ്ട് കേൾക്കൂലെന്ന്. ഇപ്പോഴും ഒരു സ്ഥലത്ത് മഞ്ചേരി മൂപ്പര് പറഞ്ഞു കേൾക്കൂല. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പിന്നെ ഇങ്ങനെ മറിച്ചു. അല്ലാത്ത ഒരു മഖ്ലൂക്കും ദുആ കേൾക്കൂല. ദുആ കേൾക്കാൻ റബ്ബിന് മാത്രമേ കഴിയുള്ളൂ. ദുആന്റെ വചനങ്ങൾ കേൾക്കാം. നമ്മളിപ്പോ ഇവിടെ അല്ലാഹു മഗ്ഫിർലി എന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ കേട്ടു. അതിനർത്ഥം നിങ്ങളൊക്കെ ദുആ കേൾക്കുന്ന, നിങ്ങളെല്ലാവരും ദുആ കേൾക്കുന്നു പറയോ? ഈ അർത്ഥത്തിൽ വേണമെങ്കിൽ പറഞ്ഞോളി, കുഴപ്പമില്ല. ദുആന്റെ വചനം കേൾക്കും. ഒരുത്തൻ ദുആ ചെയ്യണേ അടുത്തുള്ളവർ കേൾക്കാം. ആ അർത്ഥത്തിലാണോ? മലക്ക് കേൾക്കുന്നുണ്ട്, ജിന്നുകൾ കേൾക്കുന്നുണ്ടാവാം, ശൈത്താൻ കേൾക്കുന്നുണ്ടാകാം. അതുകൊണ്ടല്ലേ ഖുർആൻ ഓതുമ്പോൾ വന്നിട്ട് നമ്മളെ മുടക്കാൻ നോക്കണത്. അതുകൊണ്ടല്ലേ വീട്ടിൽ കയറുമ്പോ ബിസ്മി ചൊല്ലിയാ ഓൻ ഒഴിഞ്ഞു പോകുന്നു പറഞ്ഞത്. ഓൻ കേൾക്കുന്നുണ്ട്. ആ കേൾവി ഓനും കേൾക്കും, നമ്മളെ ഭാര്യയും കേൾക്കും, ഉമ്മയും കേൾക്കും, കുട്ടികളും കേൾക്കും, ആർക്കും കേൾക്കാം. പിന്നെ എന്തേ ലാ യസ്മഉ ദുആഅക്കും, അവർ ദുആ കേൾക്കില്ല എന്ന് പറഞ്ഞത്? അദൃശ്യമാർഗത്തിൽ, അഭൗതിക മാർഗത്തിൽ കേൾക്കാൻ റബ്ബിനെ കഴിയൂ. ഒരു ജിന്നിനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല, ഒരു പടപ്പിനും കഴിയില്ല, റബ്ബ് മാത്രം. അതുകൊണ്ടല്ല അവൻ സമീഉ ദുആ ആയത്, അതുകൊണ്ടല്ല അവൻ മുജീബു ദുആ ആയത്. അല്ലാഹു ദുആ കേൾക്കുന്നവരാണ്, അല്ലാഹു ദുആക്ക് ഉത്തരം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ പിന്നെ എന്താ അർത്ഥമുള്ളത്? ഇവരും കേൾക്കുമെങ്കിൽ, ഇവരും ദുആ കേൾക്കുമെന്നാണെങ്കിൽ പിന്നെ അല്ലാഹുവിനെ കുറിച്ച് സമീഉ ദുആ എന്ന് പറഞ്ഞ അർത്ഥമില്ല എന്നല്ലേ ആ പറഞ്ഞതിന് ആശയം? നഊദു ബില്ലാഹ്. അപ്പൊ ഏതായിരുന്നാലും ഇസ്തിംതാഇന്റെ ആയത്ത് എന്റെ വക യാതൊരു വ്യാഖ്യാനം കൊടുത്തിട്ടില്ല. മാത്രമല്ല കോഴിച്ച സംവാദത്തിന് അവിടെയാണത് ചോദിച്ചത്. അതിന് മുമ്പും എത്രയോ സ്ഥലത്ത് പറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വിവാദം വന്നിട്ട്
ഒന്നാമതായി ഞാൻ പ്രസംഗിച്ച പ്രസംഗമാണ് വേങ്ങരയിലെ പ്രോഗ്രാം. ഞാൻ അന്നും സത്യം പറഞ്ഞാൽ ഇങ്ങനെ പബ്ലിക് ഇറങ്ങാൻ വിചാരിച്ച ആളുമല്ല. എന്നെ കുറിച്ചൊരു അപവാദം അവിടെ ഉണ്ടായി, നോട്ടീസൊക്കെ ഇറങ്ങിയപ്പോ അതിനൊരു ഒരു വിശദീകരണം ആവശ്യമുണ്ട് തോന്നിയപ്പോ എന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഞാൻ സംഘടിപ്പിച്ച പ്രോഗ്രാമായിരുന്നു. ആ നോട്ടീസ് ഇറക്കിയ ആളടക്കം ക്ഷണിച്ചു വരുത്തി. അയാൾ വന്നു, അയാൾ വന്നില്ല, അയാൾ പിന്നെ വരാമെന്ന് പറഞ്ഞ പക്ഷെ വന്നില്ല. ഏതായാലും അങ്ങനെ വെച്ച പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ഈ ആയത്ത് ഓതിയിട്ടുണ്ട്. അന്ന് ഞാൻ ഈ പ്രബന്ധമാണോ വായിച്ചത്? ഈ പ്രബന്ധം ബേസ് ചെയ്തിട്ടാ ഞാനിത് പറഞ്ഞത്. അതിനുശേഷം 64 മുഖാമുഖം നടത്തി അൽഹംദുലില്ലാ. അതില് പല സ്ഥലത്തും ഓതിയിട്ടുണ്ട്, പല സ്ഥലത്തും ഓതിയിട്ടുണ്ട്. കോഴിച്ച സംഭവത്തിൽ മാത്രമൊന്നുമില്ല. ചിലർ അവിടെ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് സീഡൊന്നും കേൾക്കൂല, ഒരു കേസും കേൾക്കൂല, പിന്നെ നിവൃത്തില്ലല്ലോ. എന്താ ഇവിടെ മാത്രം ഓതീന? അല്ല, കോഴിച്ചനയിൽ ഓതുന്നതിന് എത്രയോ മുമ്പ് ഈ ആയത്ത് ഞാൻ ഓതിയിട്ടുണ്ട്. കോഴിച്ചനെ ഓതിയത് കൃത്യമായി തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. തഫ്സീർ വേണോ തരാമെന്ന് പറഞ്ഞു, പക്ഷെ വാങ്ങിയില്ല. ഞാനവിടെ എന്തിനാണ് ഓതിയത്? പിന്നെ ശിർക്കല്ലാത്ത സ്ഥാപിക്കാനാ, തേടാന്ന് പറയാനാ, ഇസ്തിയാൻ നടത്താമെന്ന് പറയാനാ? ഇപ്പൊ അങ്ങനെയാ പ്രചാരണം. ജിന്നോട് തേടാന്ന് പറയാൻ വേണ്ടി ആയത്ത് ദുർവ്യാഖ്യാനം ചൂല. തേടാന്ന് പറയാൻ വേണ്ടി ഈ ആയത്ത് ഓതിയാല് അത് ദുർവ്യാഖ്യാനം തന്നെയാണ്, സംശയമില്ല. ശിർക്കായ ഇസ്തിംതാഴും ശിർക്കിലേക്ക് എത്തിക്കുന്ന ഇസ്തിംതാഴും 2 തരം ഇസ്തിംതാഴ് ഉണ്ട് എന്ന് പറയാനാ ഈ ആയത്ത് ഓതിയത്. നാസസുല്ലമി ചോദ്യം എന്തായിരുന്നു അറിയോ? ചോദ്യങ്ങൾ ആദ്യം കേട്ടോളി. നാസസുല്ലമി കോഴിച്ചന സംഭവത്തിൽ ചോദിച്ച ചോദ്യം എന്ത്? ആ ചോദ്യം കേൾക്കി, ശേഷം ഇൻഷാ അല്ലാഹ് ഉത്തരം കേൾപ്പിച്ചുതരാം. ഇതാണ് എന്റെ ചോദ്യം. മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകൾ അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ശിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിന്റെ പ്രമാണം? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണം എന്ത്? അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്ത് ശിർക്ക് ആകുന്നത്? ഇത് പ്രമാണസഹിതം പറയണം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അഭൗതികമായ ജിന്നിനോടുള്ള സഹായ ചോദ്യം വസീലത്ത് ശിർക്ക് ആകുന്നതിനുള്ള പ്രമാണം എന്ത്? ഖുർആനിൽ നിന്നുമാണ്, ഹദീസിൽ നിന്നുമാണ്, മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത്. അതോടൊപ്പം അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുസ്ലിം ജിന്നുകളോട് ചോദിക്കുന്ന സഹായാർത്ഥന അത് വസീലത്ത് ശിർക്കായി മാറുന്നത്? ഇത് ചോദ്യം വളരെ വ്യക്തമാണ്. അപ്പൊ കണ്ടോ, ഇതാണ് ചോദ്യം. നമ്മൾ വാദം പറഞ്ഞത് എന്താ? മനുഷ്യർ ജിന്നിനോട് നിർവഹിക്കുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുമുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട്. അതിനാൽ എല്ലാം ഹറാമാണ്. പക്ഷെ വിചിന്തനത്തിൽ പിന്നെ വന്നതെന്താ? ജിന്നോട് സഹായാർത്ഥന ശിർക്കാവില്ല, വസീയത്തു ശിർക്ക് മാത്രമേ ആകൂ എന്ന് ഫൈസൽ മുസ്ലിയാർ വാദിച്ചു എന്നാണ് കോഴിച്ച സംഭവത്തെ കുറിച്ച് പേരില്ലാതെ എഴുതിയ ലേഖനത്തിലുള്ളത്. ആളെ പേര് വെക്കാതെ ലേഖനം വന്നു. ആ ലേഖനം തുടങ്ങിയത് എങ്ങനെയാണ്? ശിർക്കാവില്ല, വസീയത്തു ശിർക്ക് മാത്രമേ ആകൂ എന്ന് ഫൈസൽ മുസ്ലിയാർ വാദിച്ചു. അത് വാദിച്ചിട്ടില്ല. ശിർക്കായതുമുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട്. അപ്പോഴാണ് മുപ്പഴ ചോദ്യം, അതിനെന്താ പ്രമാണം? ആ പ്രമാണമായിട്ടാണ് ഞാൻ അവിടെ ആയത്ത് ഉദ്ധരിച്ചത്. ശിർക്കായതുണ്ട്, അതിനായത്തോതി. ശിർക്കായതും ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട്, അതിനും ആയത്തോതി. അവിടെയാണ് ഈ ആയത്തും പരാമർശിക്കപ്പെട്ടത്. ആ മറുപടിയുടെ ഭാഗം കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. സംവാദത്തിൽ ഈ ചോദ്യത്തിന് മറുപടിയായി ഞാൻ പറഞ്ഞ ഭാഗം. അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഉണ്ട്. ധാരാളം വചനങ്ങൾ ശിർക്കായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് ഖുർആനിൽ കാണാം. ശിർക്കായതിന് ആയത്തോടെ കാര്യമില്ലല്ലോ. എന്ന ആയത്ത്, വമൻ അളലു മിമ്മൻ യദ്ഉ എന്ന ആയത്ത് എല്ലാം ശിർക്കായ തേട്ടത്തിന് തെളിവാണ്. ഇനി വസീലയായതുണ്ട് എന്നാണോ? തീർച്ചയായും ഉണ്ട്. ജിന്നുകളുമായുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 128 ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ
والإنس ربنا استمتع بعضنا ببعض റബ്ബേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാ നടത്തി, പരസ്പരം ആനന്ദം കണ്ടെത്തി, പരസ്പരം ഇടപാടുകൾ നടത്തി, പരസ്പരം ഉപകാരമെടുത്തു എന്ന് പറയുന്നു. എല്ലാ ഉപകാരവും എല്ലാ ഇസ്തിംതാവും ശിർക്കാണ് എന്നാണോ? അല്ലല്ലോ. ഇസ്തിംതാ ശിർക്കായതുണ്ട്, ശിർക്കാവാത്തതുണ്ട്. പലതരം ഇസ്തിംതാ ഉണ്ട്, പല രൂപത്തിൽ ഇസ്തിംതാ ഉണ്ട്. ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128 ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായെന്ന് 2 ആയത്തോതി, വസിയത്ത് ശിർക്കായെന്ന് 1 ആയത്ത് മോദി. ഈ ആയത്തിൽ രണ്ടും ഒന്നിച്ചാണ് പ്രയോഗിച്ചത്. ഇവിടെ റബ്ബസ്തംതാ ബഅദുന എന്ന ആയത്തിൽ ശിർക്കായ ഇസ്തിംതാവും പെട്ടു, വസീലയായ ഇസ്തിംതാവും പെട്ടു. മൊത്തത്തിൽ ശിർക്കായതിന് 3 ആയത്ത്, വസീലയായതിന് 1 ആയത്തും. തൽക്കാലം അത് മതിയല്ലോ. ഏതായിരുന്നാലും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതി വെച്ചു എന്നല്ലാതെ ഈ ആയത്തിന്റെ സ്ഥാനത്തിൽ ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന് ഇന്ന സഹാബി പറഞ്ഞുവെന്നോ താബി പറഞ്ഞുവെന്നോ പറഞ്ഞിട്ടില്ല. ഇത് തഫ്സീർ വേണോ, ഇങ്ങനെ ആര് വ്യാഖ്യാനിച്ചു എന്നാണോ, ഏത് സഹാബി പറഞ്ഞുവെന്നാണോ ചോദിച്ചു, അപ്പൊ പറയാം. കണ്ടോ, വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ശിർക്കായതുമുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട്. ശിർക്കായതിൽ ആദ്യം 2 ആയത്തോതി, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, അത് ശിർക്കായതാണ്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദുനില്ലാഹ്, അഹ്ഖാഫ് സൂറയിലെ 5-6 ആയത്തുകൾ അത് ശിർക്കായ തെറ്റമാണ്. അൻആം സൂറയിലെ 128 ആയത്ത്, അതിൽ പലതരം ഇസ്തിംതാ ഉണ്ട്. ഇസ്തിംതാന പരസ്പരം ഉപകാരമെടുക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം എടുക്കൽ. അത് സഹായം ചോദിക്കുന്ന ഉപകാരം എടുക്കലാണ്, ആരാധിക്കുന്ന ഉപകാരമെടുക്കലാണ്, അവന്റെ പ്രേരണയ്ക്ക് വഴികൾ ഉപകാരമെടുക്കലാണ്, ഓൻ ആവശ്യപ്പെട്ട് ചെയ്തു കൊടുക്കൽ ഉപകാരമെടുക്കലാണ്. ഇസ്തിംതാ ഇതെല്ലാം പെട്ടു. ശിർക്കായതുണ്ട്, ശിർക്കിന് വഴിവെക്കുന്നതുമുണ്ട്. രണ്ടും ഈ ഇസ്തിംതാഉണ്ട്. അത് എവിടുന്നാ കിട്ടുന്നത്? അത് തഫ്സീറിലൊക്കെ കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തഫ്സീർ വേണോ ചോദിച്ചോളൂ തരാം, സഹാബിയെ വേണോ ചോദിച്ചോളൂ തരാം, താബിഈയെ വേണോ ചോദിച്ചോളൂ തരാം എന്നവിടെ പറഞ്ഞു. ആരും ചോദിച്ചില്ല, പിന്നെ ചോദിച്ചു, അപ്പൊ കൊടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ എന്താ ആയത്ത്? വയൗമ യഹ്ശുറുഹും ജമീഅ, മനുഷ്യരെയും ജിന്നുകളെയും എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, പരലോകത്തെല്ലാവരും വരും. അപ്പൊ ജിന്നിനെ പൂജിച്ച്, ജിന്നിനെ ആരാധിച്ച്, അവന്റെ മിത്രങ്ങളായി കൂടിയ അവന്റെ ഔലിയാ, ഈ ഔലിയാ അവരോട് അല്ലാഹു തആല പറയും, ഈ ജിന്നിനെയും ഇൻസിനെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയും, യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി, ഏ ജിന്ന് സമൂഹമേ, നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ പിഴപ്പിച്ചുവല്ലോ. വഖാല ഔലിയാഹും മിനൽ ഇൻസി, അപ്പോൾ ഇൻസിൽപ്പെട്ട ഈ ജിന്നുകളുടെ ഔലിയാ പറയും, ജിന്നിനെ വലിയായി സ്വീകരിച്ചവർ, ജിന്നിനെ പൂജിച്ചവർ, ജിന്നിനെ ആരാധിച്ചവർ, സാഹിറുകൾ, കാഹിനുകൾ, ജ്യോത്സ്യന്മാർ, തങ്ങന്മാർ, ബീവിമാർ, ഹോജമാർ, ശൈഖന്മാർ അടക്കമുള്ള ജിന്നിന്റെ ഏജന്റുമാരായി പ്രവർത്തിച്ചവർ, ശൈത്വാന്റെ ഏജന്റുമാരായി പ്രവർത്തിച്ചവർ, ഇവര് പറയും, റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധി എത്തുകയും ചെയ്തു. നീ നിശ്ചയിച്ച അവധി എത്തുകയും ചെയ്തു. ഇപ്പോൾ ഇതവിടെ വന്നിരിക്കുന്നു അർത്ഥം. അല്ലാഹ് പറയും, ഖാലന്നാറു മസ്വാക്കും, നിങ്ങളെ സങ്കേതം നരകമാണ്. ഖാലിദീന ഫീഹാ, അതിൽ ശാശ്വതരാണ്, കാലാകാലം നരകത്തിൽ കിടന്നോളണം. ഇല്ലാ മാ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ. ശിർക്കായ ഇസ്തിംതാവും ശിർക്കായ ഇസ്തിആനത്തും ചെയ്ത ഒരുത്തൻ നരകത്തിൽ പോയിട്ട് പിന്നെ രക്ഷപ്പെട്ടു പോരുമോ? നമ്മൾ ഇത്രയും കാലം പറഞ്ഞ എന്താ? ശിർക്ക് ചെയ്ത സ്വർഗം ഹറാമാണ്, നരകം വാസസ്ഥലമാണ്, അതിൽ ശാശ്വതമാണ്. ഇവിടെ ഖാലിദീന ഫിഹാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് ഉടനെ പറഞ്ഞു, ഇല്ലാ മാ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ. അത് എന്തിന് പറഞ്ഞു? വിശദമായ ചർച്ചകൾ തഫ്സീറിലുണ്ട്. അവിടെ കാണാം, ഒന്നുകിൽ നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാലമാണ് ഉദ്ദേശിച്ചത്, അതായത് ഖബറിലെ കാലഘട്ടം, മഹ്ശറിലെ കാലഘട്ടം, ഇതൊക്കെയായിരിക്കാം ഇല്ലാ മാ ഷാ അല്ലാഹ്. അതിനെ ഗണ്ണിച്ചിട്ടുമുണ്ട് പല മുഫസ്സിറുകളും. കാരണം അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ, ഇവർക്ക് മാത്രമല്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. മറ്റൊന്ന്, നരകത്തെ ചില പ്രത്യേക ശിക്ഷകൾ ചില പ്രത്യേക ആളുകൾക്ക് ഒഴിവാക്കി കൊടുക്കുമെന്നായിരിക്കാം. എല്ലാവരും നരകത്തിന്, പക്ഷെ ഇല്ലാ മാ ഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചത് ഒഴികെ.
അപ്പൊ ചില ശിക്ഷ ചെലുക്കുന്നയും ഇളവ് കിട്ടും, അവൻ നരകത്തിൽ തന്നെ, പക്ഷെ ഇളവുണ്ടാവും. അബൂ ത്വാലിബ് നേരത്തെ പറഞ്ഞല്ലോ, ജബ്ബാർ മദനി അബൂ ത്വാലിബിന്റെ ഇളവ് കിട്ടുന്നത് എന്ന പോലെ വല്ല ഇളവും കൊടുക്കുന്നുണ്ടാവാം, നരകത്തിൽ തന്നെ അങ്ങനെയുമായിരിക്കാം. അതുമല്ലെങ്കിൽ ഇസ്തിംതായ് ചെയ്ത കാലത്ത് അവർ കാഫിറായിരുന്നു, അത് പ്രകാരം അവർ നരകത്തിൽ പോകേണ്ടവരാണ്. പക്ഷെ പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി മാറി, അങ്ങനെ അവർക്ക് നമ്മൾ പുറത്തു കൊടുത്തു, അവർ സ്വർഗത്തിലേക്ക് പിന്നെ പോകുന്നു, അതായിരിക്കാം ഇല്ലാ മാഷാ അല്ലാ. അതിനും പണ്ഡിതന്മാർ ഖണ്ഡിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് ഇപ്പൊ എല്ലാ കാര്യത്തിലും പറയാലോ, ഇതിൽ മാത്രമല്ലല്ലോ, ഏത് വിഷയത്തിലും പറഞ്ഞൂടെ അങ്ങനെ. മറ്റൊന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം ഇല്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷാ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പൊ ആരാ ഉദ്ദേശിച്ചവർ? അല്ലാഹു ഉദ്ദേശിച്ചവർ എന്ന് പറയുമ്പോൾ അത് ആരാണ്? അതിനാണ് കൊടുത്ത വിശദീകരണം എന്ത്? അല്ലാഹു ഉദ്ദേശിച്ചവർ എന്ന് പറഞ്ഞാൽ അത് അഹ്ലുൽ ഈമാനാണ്, അത് അഹ്ലുൽ ഈമാൻ, ഈമാനിന്റെ അഹ്ലുകാർ, ഈമാനുള്ളവർ, അല്ലെങ്കിൽ അഹ്ലു തൗഹീദ് എന്നും കാണാം, അഹ്ലു തൗഹീദ്. അപ്പൊ അഹ്ലുൽ ഈമാൻ നിർവഹിക്കുന്ന ഇസ്തിംതാഴ് ശിർക്കായതാണ്. പിന്നെ ഓലെ പറ്റി അഹ്ലുൽ ഈമാൻ എന്ന് പറയുന്നല്ലോ. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ തഫ്സീർ ഖുർത്തുബിയിൽ അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ, ഇവിടെ ഒഴിവാക്കി പറഞ്ഞത് ഈമാനിന്റെ അഹ്ലുകാരെയാകുന്നു, ഈമാനിന്റെ അഹ്ലുകാരെയാകുന്നു ഇവിടെ ഒഴിവാക്കി പറഞ്ഞത്. അപ്പൊ ശിർക്ക് ചെയ്താൽ പിന്നെ ഓനെ പറ്റി അഹ്ലുൽ ഈമാൻ എന്ന് പറയുന്നല്ലോ. ഈമാന്റെ അഹ്ലുകാരെ പറ്റിയാണ് അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പോൾ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ മൻ ഷാ അല്ലാഹ് എന്നാണ് അർത്ഥം, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് തഫ്സീർ ഖുർത്തുബിയിൽ. മാത്രം തഫ്സീർ മനാറിൽ സയ്യിദ് റഷീദ് എഴുതിയ തഫ്സീർ മനാറിൽ അദ്ദേഹം ഇത് ഒന്നുകൂടി വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു റബ്ബേ ഞങ്ങൾ തമ്മിൽ ഉപകാരമെടുത്തു എന്ന് പറഞ്ഞ അതിനർത്ഥം എന്താ? ജിന്ന് ഞങ്ങളെ കൊണ്ട് ഉപകാരമെടുത്തു, ഞങ്ങൾ അവരെ കൊണ്ടും ഉപകാരമെടുത്തു, അങ്ങനെ ഞങ്ങൾ പങ്കുചേർന്നു, ശിർക്കിൽ ഞങ്ങൾ പങ്കുചേർന്നു, ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിലും, ശിർക്കിലേക്ക് എത്തിക്കുന്ന, ശിർക്കിന് നിമിത്തമായി തീരുന്ന, ശിർക്കിന് പ്രചോദനമായി തീരുന്ന കാര്യങ്ങളിലും ഞങ്ങൾ തമ്മിൽ ഉപകാരമെടുത്തു റബ്ബേ എന്നാണ് ഇതിനർത്ഥമെന്ന് തഫ്സീറുൽ മനാർ. അപ്പൊ എന്റെ വക വ്യാഖ്യാനം കൊടുത്തിട്ടില്ല. ഇത് ഞാൻ അവിടെ വായിച്ചു, സംവാദത്തിൽ വായിച്ചു. കിതാബ് നീട്ടുക വേണോ നീട്ടി കണ്ടോളൂ നിങ്ങൾ. അവിടെ ഖുർത്തുബി വായിക്കുകയും ആ ഖുർത്തുബി നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ആ ഭാഗം കൂടി ശ്രദ്ധിക്കുക. ഇസ്തിംതാവ് മാത്രമാണോ നിങ്ങൾക്കാകെ അമാനി പരിഭാഷയിലായിരിക്കാം, പക്ഷേ ആ ഇസ്തിംതാവ് എന്തെല്ലാം ഉണ്ട് ഈ അമാനി മൗലിയുടെ പരിഭാഷയിൽ എന്ന് വായിച്ച അതേ ആശയം തന്നെ വിശദീകരിച്ച ഖുർആൻ വ്യാഖ്യാതാക്കൾ, മഹാന്മാരായ മുഫസ്സിറുകൾ, ആ മുഫസ്സിറുകൾ ഇസ്തിംതാവ് എന്തെല്ലാം പറഞ്ഞു മൂപ്പരാകെ വായിച്ചു പഠിച്ചത് ഒരു അമാനി പരിഭാഷ, അതെന്നെ മലയാളക്കൊട്ട് വായിക്കാൻ പഠിച്ചിട്ടില്ല. എന്താ നീങ്ങാൻ നോക്കുന്നത്? ഇമാം ഖുർത്തുബി തഫ്സീറാ വായിക്കുന്നത്. നീ ഏതാണ് അറിയാറാവണ്ട. ഖുർത്തുബി പറയുന്നു ഏതൊക്കെയാണ് ഈ ഇസ്തിംതാവ്, ഈ പറഞ്ഞ അമാനി വഴി പറഞ്ഞ ആ വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തു. ശേഷം പറയുന്നു അത് മാത്രമല്ല ഇസ്തിംതാഇ, പിന്നെന്താ ഇസ്തിംതാഇ? വതലദ്ദുൽ ഇൻസി ബിഖബൂരിഹിം മിനൽ ജിന്നി ഹത്താ സനൂ വശരിബുൽ ഖുമൂറ ബിഇഗ്വാഇൽ ജിന്നി ഇയ്യാഹും. ജിന്നുകളുടെ പ്രേരണയ്ക്ക് വഴങ്ങി മനുഷ്യന്മാർ മദ്യപിക്കുന്നു, അത് ഇസ്തിംതാ ആണ്. ജിന്നിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി മനുഷ്യന്മാർ വ്യഭിചരിക്കുന്നു, അത് ഇസ്തിംതാ ആണ്. ജിന്നിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി സിഹറും കഹാനത്തുമായി പോകുന്നു, അതും ഇസ്തിംതാ ആണ്. അപ്പോൾ ഇസ്തിംതാ പല രൂപത്തിലുണ്ട്. മാത്രമല്ല ഇബ്നു അബ്ബാസ് പറയുന്നു ഈ ഇസ്തിംതാ വിശദീകരിച്ചപ്പോൾ ഏത് സ്വഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ, അഹ്ലുൽ ഈമാനിനെ കുറിച്ചാണ് ഈ പറഞ്ഞ ഇസ്തിസ്നാ. ഈമാനുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ്, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ഈ ഇസ്തിസ്നാ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഇല്ല എന്നാണോ തഫ്സീർ വായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തരാം, വായിക്കണം, പക്ഷെ തിരിച്ചു തരണം എന്നേ ഉള്ളൂ. അപ്പൊ കണ്ടോ, വ്യക്തമായി പറയാ തഫ്സീർ തരാം, വായിക്കണം, തിരിച്ചു തരണം. വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് പിന്നെ തിരിച്ചു തരാൻ ആവശ്യം വന്നിട്ടില്ല. കായക്കൂടി ഉണ്ടായിരുന്നു കൂടെ, ഹംസവാക്കിബ് ഉണ്ടായിരുന്നു കൂടെ, പക്ഷെ ഒരാളും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞില്ല.
നമ്മള് ഖുറാഫികളൊന്നുമില്ല, നമ്മൾ തമ്മിലല്ലേ, വാങ്ങാലോ, ശരി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിക്കൂടെ? വാങ്ങിയില്ല, വായിക്കാൻ ശ്രമിച്ചില്ല. എന്നിട്ട് പിന്നെ കടപ്പുറത്ത് പോയിട്ടാ വെല്ലുവിളി, കൊണ്ടുവാ ഖുർത്തുബി, കൊണ്ടുവാ എന്റെ മുമ്പിലേക്ക് എന്ന് പറഞ്ഞിട്ട് കടപ്പുറത്ത് പോയിട്ടാ വെല്ലുവിളി. അത് ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഏതായിരുന്നാലും ഇതാണ് വിഷയം. സംവാദം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഈ പ്രശ്നം അപ്പ കണ്ടില്ല, പിന്നെ കണ്ടു ആയത്ത് ദുർവ്യാഖ്യാനിച്ചു. എന്തെങ്കിലും പറഞ്ഞിക്കണല്ലോ. കഴിഞ്ഞിറങ്ങിയപ്പോ അപ്പുറത്ത് മധ്യസ്ഥനായി വന്ന നാണിഹാജിയോട് ഒരാൾ ചോദിച്ചു, അല്ല സംവാദം എങ്ങനെയുണ്ട്? മൂപ്പര് പറഞ്ഞു, രണ്ടാളും വളരെ ഉഷാറാണ്. രണ്ടാളും ഉഷാറാണ് മൂപ്പര് അവിടെ പറഞ്ഞത്. പല തന്ത്രം പ്രയോഗിച്ച സംവാദം വേറെ വിഷയം. സംവാദത്തിന് വന്നപ്പോ ആദ്യം ഹാജർ രേഖപ്പെടുത്തി. അപ്പൊ ഹാജർ രേഖപ്പെടുത്തിയപ്പോ നാണേജായി ഹെഡിങ് എഴുതി, KNM പ്രതിനിധീകരിച്ചു വന്നവർ. എന്നിട്ട് 1, 2, 3, 4 മധ്യസ്ഥൻ മുഹമ്മദ് കുട്ടിയുടെ നാണിയാജി. എന്നിട്ട് വരിയും വരച്ചിട്ട് അങ്ങോട്ട് തന്നു. അപ്പൊ നീ ഓരോ KNM ആൾക്കാർ. ഇനിയിപ്പോ നമ്മളെന്ത് ചെയ്യണം? ഓരോ കണക്ക് പ്രകാരം ജിന്നുകളെ പ്രതികരിച്ചവർ എന്ന് എഴുതണം ഓരോ കണക്കിന്. അപ്പൊ 4 പേര് നമ്പർ ഇട്ട് അടിയിൽ വരച്ചിട്ട് പേപ്പർ ഞങ്ങൾക്ക് തന്നു ഒപ്പിടാൻ വേണ്ടി. അപ്പൊ ഞാൻ നോക്കിയപ്പോ 4 ഇട്ടൊക്കെ ശരി. 5 ഫൈസൽ പുതുപ്പറമ്പ്, 6 സുറഹി സലഫി, 7 അബ്ദുൽ മാലിക് സലഫി, 8 KC അയ്യൂബ്. എന്നിട്ട് കൊടുത്തു. അപ്പൊ 8 ആളും KNM ആൾക്കാരായി. പിന്നെ ആ പേപ്പർ കണ്ടില്ല. ആ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയ പേപ്പർ പിന്നെ കാണാൻ തന്നെ ഇല്ല, എവിടേക്ക് പോയി എന്നറിയില്ല. അപ്പൊ അഥവാ വേറെ വല്ല പക്ഷി എഴുതി കിട്ടിയാല് അത് പിന്നെ മുതലാക്കാന്നാ മൂപ്പർ വിചാരിച്ചത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആദ്യം അറിയാലോ. അതുകൊണ്ട് നമ്മൾ ബാക്കി 4 ഇട്ട് ബാക്കി 5 മുതൽ 8 വരെ ഞങ്ങൾ ഇട്ടിട്ടാണ് കൊടുത്തു. പിന്നെ ഒരു അറ്റൻഡൻസും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഏതായിരുന്നാലും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇനി എന്താ ചെയ്യാന്നാ. ആ യൂണിറ്റുള്ള മനുഷ്യന്മാർ തമ്മിൽ കച്ചറായി. ഒരുത്തൻ പറഞ്ഞു, ഞാൻ അപ്പ പറഞ്ഞിട്ട് അയാളെ കൊണ്ടുവരണ്ട, വേറെ ആരെയും കൊടുത്താൽ മതി, ഇത് അന്റെ പണി അയാളെ കൊണ്ടുവരാൻ. മറ്റവൻ പറയാം, അയാള് സാധുവാണ്. ഫൈസൽ മുസ്ലിം നെട്ടിച്ചപ്പോ മൂപ്പര് ബേജാറായതാണ്. എന്താ അയാൾ നെട്ടിച്ചത്? അപ്പൊ ഇങ്ങനെ തമ്മിൽ പിന്നെ എന്താ തൽക്കാലം പിടിച്ചിക്കണല്ലോ, എന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ പറ്റൂല. അങ്ങനെയാണ്. എന്നാ പിന്നെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയാന്നാക്കിയത്. അപ്പൊ അതിനെന്തായും അമാനി പരിഭാഷ എടുത്ത് നോക്കി, അതിന് വസീയത്ത് ശിർക്കുന്ന വാക്കില്ല, നമുക്കത് മതിയില്ല. അങ്ങനെ അമാനി പരിഭാഷന്റെ കോപ്പി എടുത്തിട്ട് അത് കണ്ടോ, ഇവിടെ വസീയത്ത് ശിർക്കില്ല, അതിനപ്പുറം ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഖുർത്തുബിയിൽ വസീയത്ത് ശിർക്കുന്ന വാക്കുണ്ടോ? ഇല്ല. ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതുമില്ല. ഖുർത്തുബിയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് വായിച്ച് നമ്മളിപ്പോ പറഞ്ഞു, അത് നിങ്ങൾ കേൾക്കുകയും ചെയ്തു. അത് എവിടെയും കാണിക്കാം. കിതാബ് നീട്ടിക്കൊടുത്തു, പക്ഷെ വാങ്ങിയില്ല. നമ്മളോട് പറഞ്ഞത് എന്തിനാ? ഇസ്തിംതായിൽ പല വിധമുണ്ട്. ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുണ്ട്, ഹറാമായതുണ്ട്, പലതരം ഇസ്തിംതാ ഉണ്ട്. അപ്പൊ ചോദ്യം ഇസ്തിആനത്തല്ലേ? അതാ ഞാൻ പറയും, ഇസ്തിആനത്തിന് ഇസ്തിംതാഴപ്പെട്ടു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന പദമാണ്. അതിനാണ് നേരത്തെ ഫൗസാന്റെയും ആലു ഷെയ്ഖിന്റെയും ഹഫിദഹുമുല്ല രണ്ടുപേരുടെയും കിതാബുകൾ, അതിനാണ് ഞാൻ അവിടെ ഉദ്ധരിച്ചത്. അപ്പൊ ഇസ്തിംതാഉം ഇസ്തിആനത്തും രണ്ടും ഒരേ അർത്ഥത്തിൽ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആയത്ത് വസിയത്തു ശിർക്കായ ഇസ്തിആനത്ത് തെളിവായി ഇത്തരം പണ്ഡിതന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. അതടിസ്ഥാനമാക്കി KJUവിന്റെ ദൗറയ്ക്ക് മുമ്പാകെ ഞാനും കായക്കുടിയും കൊണ്ടുപോയി സമർപ്പിച്ചിട്ടുണ്ട്. കായക്കുടി എടുത്തു കൊടുത്ത വാചകം. അപ്പൊ ദുർവ്യാഖ്യാനല്ലാന്ന് ഉറപ്പാ. ആ ബോധ്യം കൊണ്ടാണ് പിന്നെ ഇത് വല്ലാണ്ട് പ്രചരിപ്പിച്ചപ്പോ ഞാൻ ശരി, അങ്ങനെയാണെങ്കിൽ ആയത്ത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ? ആ വിഷയത്തിൽ നമുക്ക് സംവാദം നടത്തുക. ആ വിഷയത്തിൽ സംവാദം നടത്തുക. പക്ഷെ ആര് വേണം? ഇനി വരാൻ ബാക്കി ആരാണുള്ളത്? അയാൾ വരണം. കാരണം സാരിസാദ്യം വന്നു, പിന്നെ അതിന്റെ മേലുള്ളവൻ വന്നു, ഇനിയിപ്പോ അതിന്റെ മേലെ ഇദ്ദേഹമേ ഉള്ളൂ. അതുകൊണ്ട് സാക്ഷാൽ അബ്ദുറഹ്മാൻ മങ്കട വരട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? സംവാദം നടത്താം. കോഴിക്കോട് കടപ്പുറത്ത് 10,000 സാക്ഷിയാക്കി ഞാൻ പറഞ്ഞു. അതെന്റെ വലിപ്പത്തനം കൊണ്ട് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് ഹക്കാണ് എന്ന് അത്രയും ബോധ്യമുള്ളത് കൊണ്ടാ അവിടെ പറഞ്ഞത്. സംവാദം 11-നാണെങ്കിൽ മാർച്ച് 13-ന് തലശ്ശേരി വെച്ച് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. 2013 മാർച്ച് 11-നാ വാദപ്രതിവാദം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മാർച്ച് 13-ന് തലശ്ശേരി വെച്ച് നടന്ന മുഖാമുഖത്തിന് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ദുർവ്യാഖ്യാനിച്ചുവെന്നാണെങ്കിൽ ഈ വ്യവസ്ഥ പ്രകാരം തന്നെ അടുത്ത വ്യവസ്ഥ ഉണ്ടല്ലോ, ആസുസുല്യമായി ഉണ്ടാക്കിയ വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥ പ്രകാരം തന്നെ അബ്ദുറഹ്മാൻ സലഫി തയ്യാറുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ആയത്ത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന വിഷയത്തിൽ നമുക്ക് സംവാദം നടത്താം. ഇത് തലശ്ശേരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം കേൾക്കാൻ നിങ്ങൾക്ക് നിലകൊള്ളുകയും ചെയ്യും. ഇനി ഫൈസൽ മുസ്ലിയാർ ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുവെന്നാണോ എങ്കിൽ ഈ ആയത്തു പ്രകാരം എല്ലാ ഇസ്തിംതാഉം
ജിന്നുമായി ബന്ധപ്പെട്ട ഏത് ഇസ്തിൻതാഉം ശിർക്കാണെന്ന് പറഞ്ഞ ഒരു സ്വഹാബി, ഒരു താബിഈ, ഒരു താബിഈ വേണ്ട, ലോകത്തെ ഏതെങ്കിലും ഖുർആൻ വ്യാഖ്യാതാവ് ഉണ്ടെങ്കിൽ കാണിക്കട്ടെ. ഇസ്തിൻതാ മുഴുവൻ ശിർക്കെന്ന് പറഞ്ഞ ഈ ആയത്തിൽ അല്ലാഹ് പഠിപ്പിച്ചത് പ്രകാരം ജിന്നും ഇൻസും തമ്മിൽ ഇസ്തിൻതാ ഉണ്ട്, എന്നാൽ എല്ലാ ഇസ്തിൻതാവും ശിർക്കാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ തഫ്സീർ, ഒരു സ്വഹാബിയുടെ പേര്, ഒരു താബിയുടെ പേര്, ഒരു താബിയുടെ പേര് കാണിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കഴിയില്ല, ഉറപ്പാ. ഇനി ആ വിഷയത്തിൽ ചർച്ച വേണോ, സംവാദം വേണോ? ഞങ്ങൾ തയ്യാറാണ്. ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ, ആ വിഷയത്തിൽ സംവാദം വെക്കുക. വ്യവസ്ഥ ഏതായാലും നാസസുലമ വേണ്ടാക്കി ആ വ്യവസ്ഥ മതി. ഒരു ചർച്ചയ്ക്ക് ഞാൻ അയാൾ പോരാ. എന്തെങ്കിലും ദേശം ഒരു ഇതുള്ളവൻ വരണ്ടേ, എന്തെങ്കിലും നിലവാരമുള്ളവൻ വരണ്ടേ, ഒരു കിതാബ് വായിക്കാനെങ്കിലും. അത് നാസസുലമി പോരാ. പിന്നെ നാസസുലമി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കിയുള്ളത് അബ്ദുറഹ്മാൻ സലഫി മാത്രം. കാരണം നമ്മൾ ആദ്യം വിചാരിച്ചു ഹനീഫ് കായക്കൊടി ഒക്കെ ഉണ്ട്, അപ്പൊ മനസ്സിലായി കായക്കൊടി നാസസുലമി കിതാബ് തുറക്കാനേ ഉള്ളൂ. അപ്പൊ കണ്ടു, ഈ സംവാദങ്ങളിൽ രണ്ടാമത്തെ ദിവസം അഥവാ ദുർവ്യാഖ്യാനിച്ചുവെന്ന് അവർ പുറത്തുവിട്ട ആ ദിവസം തന്നെ തലശ്ശേരിയിൽ വെച്ച് നടത്തിയ മുഖാമുഖത്തിന് ഞാൻ പറഞ്ഞു, ഈ വിഷയത്തിൽ വേണമെങ്കിൽ സംവാദം നടത്താം. മാർച്ച് 13 ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, 4 മാസമായി. 4 മാസമായി. അതിനിടയ്ക്ക് ഞാനൊന്ന് ആക്സിഡന്റ് ആയപ്പോ മൂപ്പന്ന് രംഗത്ത് വന്നു നോക്കി. അന്ന് ഞാൻ വൈലക്ഷൻ കയറി ഞാൻ പറഞ്ഞു, എനിക്ക് എന്നാണോ പുറത്തിറങ്ങാൻ ഡോക്ടർമാർ അനുവദിക്കുന്നത് ആ ഇറങ്ങുന്നതിന്റെ ഫസ്റ്റ് ദിവസം 1ാമത്തെ ഡേറ്റ് അതിന് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ആവശ്യം വന്നിട്ടില്ല, വരുന്ന് തോന്നുന്നില്ല. ഇനിയും പണി തയ്യാറാ. പൊക്കുന്നുകാർക്കും ഏറ്റെടുക്കാം, ആർക്കും ഏറ്റെടുക്കാം. നമുക്ക് നടന്നു കിട്ടണം, നമുക്ക് ഇതും നടക്കണം, ആ ഐക്യം നടക്കണം. രണ്ടും കൂടി നടന്ന സംഗതി വിശേഷമായി. ഏതായിരുന്നാലും തലശ്ശേരി നമ്മൾ പറഞ്ഞു ഇതാ റെഡിയാണ്. ഒന്നുകൂടെ വീണ്ടും വിശദീകരിച്ചു. ഈ സംസാരത്തിന് തന്നെ അവസാന ഭാഗത്ത് അതേ വേദിയിൽ വെച്ച് വീണ്ടും ഞാൻ പറഞ്ഞു അദ്ദേഹം വരണമെന്ന് ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ കേട്ടോളൂ. അപ്പൊ അതുകൊണ്ട് ഇനി പോടെ ആകെ ബാക്കി അബ്ദുറഹ്മാൻ സലഫിയേ ഉള്ളൂ. സലഫി തയ്യാറുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം, സംവാദം നടത്താം. ആ വ്യവസ്ഥ തന്നെ മതി. വിഷയം യാഴിബാദുള്ള വേണോ അതാക്കാം, ഇസ്തിആനത്ത് വേണോ അതാക്കാം, ഇസ്തിൻതാഹ് വേണോ അതാക്കാം, ഏതായാലും കുഴപ്പമില്ല. പക്ഷേ പരമാവധി അത് പരസ്യമായി നടക്കട്ടെ. എല്ലാ മുജാഹിദുകൾക്കും ഒന്ന് കേൾക്കാലോ. ഖുറാഫികളാവുമ്പോഴല്ലേ കലക്കൊന്നും പോലെയുള്ളൂ, ഇതിപ്പോ അതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പരസ്യമായി ഒരു മുജാഹിദ് മഹല്ലിൽ, പുളിക്കൽ പോലുള്ള, അരീക്കോട് പോലുള്ള, അതല്ലെങ്കിൽ ഉദായി പോലുള്ള ഒരു മുജാഹിദ് മഹല്ലിൽ പരസ്യമായി ഒരു സംവാദം നടക്കട്ടെ. അബ്ദുറഹ്മാൻ സലഫി ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ വരാം. ഞാൻ സ്വലാഹി വേണോ സ്വലാഹിയും വരാൻ തയ്യാറാ, ഒരു കുഴപ്പമില്ല, നമുക്ക് നടത്താം. ആളുകൾ പഠിക്കട്ടെ, ആരാ ദുർവ്യാഖ്യാനിച്ചത്, ആരാ ഇതിന് ഇല്ലാത്തത് പറഞ്ഞത്, മനുഷ്യന്മാർ മനസ്സിലാക്കട്ടെ എന്നാണ് ഇപ്പൊ സൂചിപ്പിക്കാൻ. അപ്പൊ അന്ന് വ്യക്തമായി പറഞ്ഞു. അവിടെ അന്ന് ചോദ്യം കിട്ടുന്നു, സക്കരിയ സ്വലാഹിയും ഞാനും ഉണ്ടാ മുഖാമുഖത്തിൽ, CP സലീമും ഉണ്ട്. അപ്പൊ സ്വലാഹി തയ്യാറുണ്ടോ എന്ന് അവിടെ ചോദിച്ചു. അതുകൊണ്ടാ സ്വലാഹിനെ അവിടെ കൂട്ടി പറഞ്ഞത്. ആരും റെഡിയാ അബ്ദുറഹ്മാൻ സലഫി വരികയാണെങ്കിൽ എന്നവിടെ പറഞ്ഞു. ശേഷം പല സ്ഥലത്തും പറഞ്ഞു, അതിനുശേഷം പല സ്ഥലത്തും പറഞ്ഞു. ഇതേ വെല്ലുവിളി ആവർത്തിച്ചു. പിന്നീടാണ് ഏപ്രിൽ 7 കടപ്പുറത്ത് നാം നടത്തിയ ദഅ്വാ സമ്മേളനം. ആ സമ്മേളനത്തിലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, ഒരുക്കമാണ്, തയ്യാറാണ്, സലഫി ഉണ്ടെങ്കിൽ വരട്ടെ. പക്ഷേ മിണ്ടിയില്ല. പിന്നെ ഏപ്രിൽ 28 കടപ്പുറത്ത് ചേർന്ന ഒരു സംഗമത്തിൽ വെച്ച് അയാള് ഏറ്റെടുത്തു എന്ന് തോന്നിപ്പിച്ചു. ഒറ്റ വാക്കില് മൂപ്പർ റെഡി തോന്നും ചെയ്യും, എന്നാൽ നടത്തേണ്ടി വരാനും പാടില്ല. ആ കോലത്തിൽ മൂപ്പർ ഏറ്റെടുത്തു. അതാണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് മൂപ്പർ ചെയ്തത്. മൂപ്പർ ഏറ്റെടുക്കുന്ന രംഗം അത് കേട്ടോളി. അവിടെ വെല്ലുവിളി സ്വീകരിച്ചു എന്ന് പറയുന്ന കടപ്പുറത്ത് അയാൾ നടത്തിയ ആ പ്രഖ്യാപനം അത് കേൾക്കുക. അപ്പൊ മനസ്സിലാവും മൂപ്പർ ഏറ്റെടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അവരുടെ കൂട്ടത്തിൽ പണം നൽകിയും അതല്ലാത്ത പ്രചോദനം നൽകിയും ഈ വാദത്തെ ന്യായീകരിക്കുവാൻ വിദേശ പണ്ഡിതന്മാരുടെ ഒത്താശ കൂടി വാങ്ങിക്കൊടുത്ത ഒരു പണ്ഡിതനാണ് PN അബ്ദുൽ ലത്തീഫ് മദനി. ആ PN അബ്ദുൽ ലത്തീഫ് മദനി വരട്ടെ, വാദപ്രതിവാദത്തിന് ഒന്നാമതായി ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ്.
തൊട്ടു പിന്നാലെ വരട്ടെ. നാടുനീളെ പാടി പറഞ്ഞു നടക്കുന്ന ഇവിടെ വെച്ച് ഈ മണൽത്തരികളെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ആ ഫൈസൽ മുസ്ലിയാരുടെ വെല്ലുവിളി സ്വീകരിക്കണമെന്ന് മേലൊപ്പിട്ടുകൊടുത്ത ഹുസൈൻ സലഫി വരട്ടെ. വാദപ്രതിവാദത്തിന് ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ അതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ സൈലന്റായി പിന്നിലൂടെ നടക്കുന്ന KK സക്കരിയ സ്വലാഹി വരട്ടെ. അദ്ദേഹത്തിന്റെ സംവാദത്തിന് വെല്ലുവിളിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വിളിക്കട്ടെ. ആ വിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ പിന്നാലെ വരട്ടെ അവസാനം വന്ന സൈദ്ധാന്തികൻ ഫൈസൽ മുസ്ലിയാർ. ആ ഫൈസൽ മുസ്ലിയാരുടെ വെല്ലുവിളിയും സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഈ അറബിക്കടലിനെ സാക്ഷി നിർത്തി, ഇതിന്റെ തീരത്തെ ഈ മണൽത്തരികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഇവിടെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. ഓരോ മുജാഹിദ് പ്രവർത്തകനെയും സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അറബിക്കടൽ സാക്ഷിയാ, പക്ഷെ മൂപ്പരില്ല. മൂപ്പരുണ്ടാവണം എന്ത് വേണം? ഒന്നാമതായി PN വരട്ടെ. വിഷയം എന്താ? ഫൈസൽ മുസ്ലിം ആയത്ത് ദുർവ്യാഖ്യാനം ചോദില്ലേ, അത് PN പറയേണ്ടത്. PN അയച്ച കംപ്ലീറ്റ് പൈസ അത് മര്യാദക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അതിനാണെങ്കിൽ PN വരണം. ശരിയാ, ഞാൻ എത്ര അയച്ചിട്ടുണ്ട്, ഇവിടെ എത്ര കൊടുത്തത്, കണക്ക് ഇവിടെ ചോദിക്കാനാണെങ്കിൽ ഞാൻ പോയിട്ട് കാര്യമില്ല, അത് മൂപ്പരന്നെ വരണം. അപ്പൊ PN വരട്ടെ, ഹുസൈൻ സലഫി വരട്ടെ. ഇപ്പൊ സൈലന്റ് ആയി നടക്കുന്ന സക്കരിയ സ്വലാഹി വരട്ടെ. സൈലന്റ് ആക്കാന്ന് വിചാരിച്ചു, പക്ഷേ സംഗതി മറ്റോനാ സൈലന്റ് ആയത്. നാലാമത് അവസാനമായി ഫൈസൽ മുസ്ലിയാരും വരട്ടേതാ. എന്താ അങ്ങനെ ആയത്? ഇവിടെ വിഷയം എന്താ? ആയത്തിന് ഞാൻ പറഞ്ഞ അർത്ഥം ദുർവ്യാഖ്യാനമാണോ അല്ലേ? എന്തിനാ സലഫിയെ വിളിച്ചത്? ഇനി അദ്ദേഹമേ ബാക്കിയുള്ളൂ. സാരിസ് കഴിഞ്ഞു, നാസർ കഴിഞ്ഞു, കായക്കൊടിയും ബാക്കവി ഏതായാലും കിതാബ് തുറക്കാനേ ഉള്ളൂ എന്ന് തെളിഞ്ഞു. ഇനി ബാക്കി അബ്ദുറഹ്മാൻ സലഫിയെ ഉള്ളൂ. വേണമെങ്കിൽ ഞാൻ 1-2 മുഖാമത്തിൽ പറഞ്ഞു, വേണമെങ്കിൽ സലഫിക്ക് കിതാബ് തുറക്കാൻ TPക്ക് വരാൻ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ വക ഒരു ഔദാര്യം കൊടുത്തതാണ്. അപ്പൊ അത് മൂപ്പറില്ല. പിന്നെ മൂപ്പർ റെഡി ആവണമെങ്കിൽ PN വരണം, ഹുസൈൻ സലഫി വരണം, സക്കരിയ സ്വലാഹി വരണം, അവസാനമായി ഞാനും വരാം. എന്നാ കുഴപ്പമില്ല. ഞാനിപ്പോ അങ്ങനെയൊക്കെ വന്നു വിചാരിക്കാം. ഇപ്പൊ 4 മണി നടക്കട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങളൊക്കെ പാടെ കൂടി നമ്മളൊന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞ് റെഡി ആയാ മൂപ്പരുണ്ടാവോ? ഇല്ല, മൂപ്പരുണ്ടാവില്ല. പിന്നെ ഞാനോ ഞാൻ പറഞ്ഞേക്കുന്ന ആളുകളോ? കേട്ടോടി, മൂപ്പരെന്നെ പറഞ്ഞത് അവിടുന്ന്. ഈ പറഞ്ഞ 4-ൽ ഒരാൾ നിർബന്ധമാണ്. അതിന്റെ കൂടെ വേറെ ആരെങ്കിലും 1-2 ആള് ഉണ്ടാവാം. ഞാൻ അതല്ലെങ്കിൽ സംഘടന നിശ്ചയിക്കുന്ന ഏതെങ്കിലും ഒരാളോ ആയിരിക്കും അതുപോലെ ഈ വ്യവസ്ഥ നിശ്ചയിക്കാനും സംവാദം നടത്താനും ഉണ്ടാവുക. അതല്ലാതെ സലഫി തയ്യാറുണ്ടോ, സലഫി തയ്യാറുണ്ടോ, സലഫി തയ്യാറുണ്ടോ എന്ന് അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് അപ്പുറത്ത് വിളിച്ച് ഇപ്പുറത്ത് വിളിച്ച് കണ്ടോ തയ്യാറില്ല എന്ന് പറഞ്ഞ് നടക്കണ്ട. ഒരുപക്ഷെ എന്നെക്കാൾ വലിയ പണ്ഡിതന്മാരായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച എന്റെ വിദ്യാർത്ഥികൾ മതിയാവും ഫൈസലിനെ പോലുള്ളവരുമായി സംവാദം നടത്താൻ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് മാത്രമാണ് നമുക്ക് പറ്റാത്തതും. നമുക്ക് മൂപ്പര് തന്നെ കിട്ടണം. അപ്പൊ ഈ പറയപ്പെട്ടവര് വരികയാണെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്ന, പിന്നെ അവിടെ നിർത്തുന്നു സംഘടന നിശ്ചയിക്കുന്ന. കാരണം ഞാനും സംഘടന ഒന്നാണല്ലോ. സൂഫികൾ പണ്ട് പഠിച്ചവനോട് ഞാനും നീ ഒന്നാന്ന് റബ്ബിനോട് എന്ന് പറഞ്ഞ പോലെ മൂപ്പരന്നെ സംഘടന മൂപ്പര്, KJI മൂപ്പരന്നെ, KNM മൂപ്പരന്നെ, ഇപ്പൊ ISM MSM അത് മൂപ്പരന്നെ. ഇപ്പൊ MGM എന്താ ചെയ്യാന്ന് നിൽക്കുക. കാരണം മൂപ്പര ഭാര്യനെ MGMക്ക് പറ്റൂല. അപ്പൊ ഏതായിരുന്നാലും ഞാൻ നിശ്ചയിക്കുന്ന അഥവാ സംഘടന നിശ്ചയിക്കുന്ന ആരെങ്കിലുമോ വരും. അതെന്താ അവിടെ അങ്ങനെ ആയത്? ഇവിടത്തും മൂപ്പര് നിശ്ചയിക്ക, അവിടത്തും മൂപ്പര് നിശ്ചയിക്ക, അത് പറ്റൂല. ഇവിടെ ആര് വരണം? അത് മൂപ്പര് നിശ്ചയിക്ക. PN, ഹുസൈൻ സലഫി, സക്കരിയ സ്വലാഹി, ഞാൻ. അവിടുത്തെ അതും മൂപ്പര് നിശ്ചയിക്ക. അത് എപ്പോ ഞങ്ങൾ കഴിച്ചതായി പോകുന്നത് അവിടുന്ന് കണ്ട്. ഇനി ഇവിടെ കൈയിടാൻ സമ്മതിക്കൂല. ഇപ്പൊ വലിയ രക്ഷപ്പെടുക. സംഗതി എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര രക്ഷപ്പെടുക. അപ്പൊ രക്ഷപ്പെട്ടത് ഇനി നമ്മളെ KNM അവിടെ ഉണ്ടെന്നുള്ളൂ. അതും കൂടി കിട്ടിയ സംഗതി കഴിഞ്ഞു. ആശയായിട്ട് നമ്മൾ ആദ്യം പോന്നു, എത്രപ്പോഴും സീൽ അവിടെ പെട്ടു, വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കി അതുകൂടി ക്ലിയർ ആയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് ആശ്വാസമാണ്. അപ്പൊ ഏതായിരുന്നാലും മൂപ്പര് റെഡി ആയിട്ടില്ല. എപ്പോഴും
മൂപ്പരോ മൂപ്പർ നിശ്ചയിക്കുന്ന ആളുകളോ. എന്നിട്ട് വിചിന്തനത്തിന് ഫസ്റ്റ് പേജിൽ പെട്ടിക്കോളം അബ്ദുറഹ്മാൻ സലഫി വെല്ലുവിളി സ്വീകരിച്ചു. അപ്പത്തന്നെ അല്പത്തെ മനസ്സ് എന്റെ പോലത്തെ ഒരുത്തം ഇത്ര പോലെ ഞാൻ വിളിച്ചതിന് വിചിന്തനത്തിന് ഫസ്റ്റ് പേജിൽ പെട്ടിക്കോളം കൊടുത്തിക്ക മൂപ്പര് ഏറ്റെടുത്തു പറഞ്ഞിട്ട്. എന്നിട്ട് വല്ല പുരോഗതി ഉണ്ടായോ? ഇല്ല. അപ്പൊ അതിങ്ങനെ കഴിഞ്ഞ് ഏപ്രിൽ 28 മൂപ്പരെ വിളി. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഏപ്രിൽ 14 ആക്സിഡന്റ് സംഭവിക്കുന്നത്. അപ്പൊ ധൈര്യമായി മൂപ്പർക്ക് എന്ത് ചെയ്യാ, ഈ വെല്ലുവിളി നടത്താം അവിടെ. പിന്നെ പെരിന്തൽമണ്ണയിൽ പറഞ്ഞു, 1-2 സ്ഥലത്തൊക്കെ പറഞ്ഞു റെഡിയാവണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ പറഞ്ഞു. അതിനൊക്കെ ഞാൻ അന്ന് വൈറസ് കയറിയിട്ട് പ്രതികരിക്കുകയും ചെയ്തു. പക്ഷെ ഉണ്ടായില്ല. അതിനുശേഷം ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ തയ്യാറാണെങ്കിൽ മെയ് 5-ാം തീയതിക്ക് മുമ്പ് KJU കത്തുകൊടുക്കണം എന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പൊ അന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു, അതെങ്ങനെ സലഫി, KJU ഞങ്ങളൊക്കെ ഉള്ള സംഗതിയല്ലേ KJU, മൂപ്പര് മാത്രമൊന്നുമല്ലല്ലോ. KJU 200ഓളം ആളുണ്ടെങ്കിൽ 100-ലേറെ ആളുകൾ നമ്മളൊക്കെ തന്നെ അതിന്. അപ്പൊ ഞങ്ങളെ KJU ഞങ്ങൾ കത്തുകൊടുക്കേ, അത് ശരിയല്ലല്ലോ, അത് ന്യായമല്ല. അത് കഴിഞ്ഞ് വേറൊരുത്തം വിളിച്ചു തന്നെ, KJU ഞങ്ങൾ കത്ത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചല്ല, നിങ്ങൾ KJU സെക്രട്ടറി പ്രസിഡന്റ് ആണോ? അല്ല. എന്നാ പിന്നെ മൂപ്പട് ചോദിച്ചു നോക്കി കത്ത് അവിടെ ഉണ്ടാവുന്നത്. അല്ലാതെ എന്താ അവരോട് നമ്മൾ പറയാ. പിന്നെ വേറൊരുത്തന്നെ വിളി, അബ്ദുറഹ്മാൻ സലഫിയെ ഞാൻ റെഡിയാക്കാം, നിങ്ങൾ റെഡിയാണോന്നാ. നമ്മൾ റെഡി ആക്കേണ്ട ആവശ്യം, ഇതൊക്കെ എന്നോ ആയതാണ്. അതുകൊണ്ട് മൂപ്പരുണ്ടെങ്കിൽ വരാൻ പറയും, നമുക്ക് പെട്ടെന്ന് നടത്തണം. എന്നാ ഞാൻ നോക്കട്ടെ, നോക്കിക്കോളൂ, കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളോട് അബ്ദുറഹ്മാൻ സലഫിന് കത്ത് തരാൻ പറഞ്ഞ മൂപ്പർക്ക് ഇതാ. അതെന്തായാലും ഞാൻ കത്തുകൊടുക്കണ്, ഞാൻ കത്തുകൊടുക്കുക, പിന്നെ മൂപ്പര് കത്ത് ഇങ്ങോട്ട് തരിക, പിന്നെ അതിന് തിരിച്ചു പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുക. അതിന്റെ ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യേ, നിന്റെ വക എനിക്കൊരു കത്തുണ്ട്, അയാൾക്കും കത്ത് കൊടുക്കുക. നീ ഒരു കത്ത് എഴുതി, ഒരു കോപ്പി എനിക്ക്, ഒരു കോപ്പി മൂപ്പർക്ക്. എന്നിട്ട് എന്താ പ്രതികരിക്കുന്നത് നോക്ക്, അതനുസരിച്ച് മുമ്പോട്ട് പോകാം. എന്നാ ശരി. പിന്നെ അതുണ്ടായിട്ടില്ല. പിന്നെ കണ്ട ഒരു ദിവസം നാസർ സുലൈമി നേരിട്ട് വിളി, ഈ ആയത്ത് താങ്കൾ ദുർവ്യാഖ്യാനിച്ചുവെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് അത് വെച്ചിട്ട് ഒരു സംവാദം നമ്മൾ തമ്മിൽ നടത്തല്ലേ, അല്ലെങ്കിൽ ധൈര്യം ഉണ്ടോ? ഞാൻ പറയും, എന്താ സുല്ലമി, നമ്മൾ ഈ കോലത്തെ സംവാദം കഴിഞ്ഞ് പോയിട്ട് പിന്നെ ധൈര്യം ഉണ്ടോ ചോദിക്കണത്, അത് ന്യായമല്ലല്ലോ. അല്ല, നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. ശരി, എന്നാ ഡേറ്റ് പറയൂ. ശരി, ഡേറ്റ് ഞാൻ പറയാം. അബ്ദുറഹ്മാൻ സലഫിയുമായി സംവാദം നാളെ നടക്കുകയാണെങ്കിൽ മറ്റന്നാൾ നിങ്ങളുമായി നടത്താം. സലഫിയുമായി എന്നാണ് നടക്കുന്നത്, അത് തൊട്ടടുത്ത ദിവസം നിങ്ങളുമായി നടത്താം. അപ്പൊ നിങ്ങൾക്ക് ധൈര്യം ഇല്ലല്ലേ? ധൈര്യം ഉണ്ട് എന്നാ പറഞ്ഞത്. പക്ഷെ മൂപ്പഴുത് ആദ്യം നടക്കട്ടെ, അത് ഞങ്ങൾ ആദ്യം ഏറ്റതാ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ചെയ്യാം, നമുക്ക് ഇത് നടത്താം. പിന്നെ മൂപ്പരും വിളിച്ചിട്ട്